ഹലോ മക്കളെ, CET എക്സാം എഴുതിയിട്ട് ICAR അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ചിലതാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അത് ഒന്നാണ് 40% റൂൾ. ഈ 40% റൂൾ എന്താണ് പറയുന്നതെന്ന് എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തുള്ളൂ ഈ അവസാന നിമിഷം, അതായത് കൗൺസിലിങ്ങിൻ്റെ ടൈമിലുള്ള ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ, അതായത് എനിക്ക് ഇത്ര മാർക്കുണ്ട്, എനിക്ക് എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടിയില്ല, എൻ്റെ വേറൊരാൾക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, അഥവാ എന്നെക്കാളും മാർക്ക് കുറവാണ്, എന്നിട്ട് ആ ആൾക്ക് എന്ത് ചെയ്തിട്ട് എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ള കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ആ സമയത്ത് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റൂൾ എന്താണ്, ഇതെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അറിയണം. അപ്പോൾ ഈ റൂളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിങ്ങിനെ കുറിച്ചും കൂടെ എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിംഗ് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിങ്ങിൻ്റെ ബ്രൗഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കഴിഞ്ഞ 2 വർഷമായിട്ട്, മൂന്നാമത്തെ ഇയറാണ് നമ്മൾ ചെയ്യുന്നത്, കഴിഞ്ഞ 2 വർഷമായിട്ട് 780+ സീറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അഥവാ 780+ സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സീറ്റ് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കൗൺസിലിങ്ങിലൂടെ മാത്രമാണ്. അവരുടെ റെസ്പോൺസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ എന്ത് ചെയ്യാൻ അറിയിക്കാം. അവരുടെ മെസ്സേജസ് നമുക്ക് എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ കൗൺസിലിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോളേജിൽ കൗൺസിലിംഗ് തൊട്ട് കോളേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ കൗൺസിലിംഗ് അകത്ത് ആദ്യം വരുന്നത് തന്നെ ICAR കോഴ്സ് വൈസ് പ്രിഫറൻസ് സിസ്റ്റമാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ CUT ഈ എക്സാം തുടങ്ങിയിട്ട് അതിലൂടെ ICAR പോയപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റ് നഷ്ടപ്പെടാൻ തുടങ്ങി. ഓക്കെ, നല്ല മാർക്കുകളുണ്ട്, 500 550 ഒക്കെ മാർക്കുണ്ട്, പക്ഷേ സീറ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നഷ്ടപ്പെടാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ്? എന്നാൽ ഇതിൻ്റെ അണ്ടറിൽ ഇതേപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ICAR പ്രിഫറൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖല. എന്നാൽ ഇവിടെ നമുക്ക് നീറ്റ് പോലെയും അഥവാ കീവ് പോലെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമുള്ള കോളേജസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടുന്ന, നമ്മുടെ മാർക്കിനനുസരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടുന്ന ആ പരിപാടി ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ നിലനിർത്തുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട കോളേജ് നിങ്ങൾ കൊടുത്താൽ മാത്രമേ, അതായത് നിങ്ങളുടെ മാർക്കനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന കോളേജ് നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യുന്നു, അവിടെ ക്യാൻസൽ ആവും. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജും നിങ്ങളുടെ പ്രിഫറൻസിലുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജും നമ്മൾ എന്ത് ചെയ്യും നോക്കിയിട്ട് അതനുസരിച്ച് ഒരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കുകയും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങൾ തരികയും നിങ്ങളുടെ പ്രിഫറൻസ് ഷീറ്റ് നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഫില്ല് ചെയ്ത് നിങ്ങളുടെ കൗൺസിലിൻ്റെ പ്രോസസ്സ് എല്ലാം നമ്മൾ തന്നെ എന്ത് ചെയ്യും, ചെയ്തു തരികയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് അവരെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് പാരൻസിന് അവരുടെ മക്കൾക്ക് ഇത് കിട്ടുമോ ഇല്ലയോ, പ്രത്യേകിച്ച് ലോ മാർക്കുള്ള കുട്ടികൾ, കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾ, ബോർഡറിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾ, അവരുടെ കൗൺസിലിംഗ് അവരുടെ പ്രിഫറൻസ് ഷീറ്റ് അവരുടെ മാർക്കിനനുസരിച്ച് ചെയ്തില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്തില്ല, അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ 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 എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കൗൺസിലിംഗ് പ്രോസസ്സിനെ മെയിൻ നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ്, ചില തഹസിൽദാർക്ക് ചില ഡോക്യുമെന്റ്സ് വാങ്ങിക്കുന്നുണ്ട്, ചിലത് വില്ലേജ് ഓഫീസറിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത്. ചില ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ചിലത് 1 മാസം മുമ്പ്, ചിലത് 1.5 മാസം മുമ്പൊക്കെ എടുത്ത് വെച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കിട്ടത്തുള്ളൂ. ചിലത് അതിന് തൊട്ട് മുമ്പായിട്ട് എടുത്താൽ മതി. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ഡോക്യുമെന്റ്സ് ഇത്ര മാസം വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഡോക്യുമെന്റ്സ് ആ ഒരു ടൈം ഗ്യാപ്പിൽ എടുത്ത് വെച്ചില്ലായിരുന്നു. ICAR എന്ന് പറഞ്ഞ കൗൺസിലിംഗ് പ്രോസസ്സ് വളരെയധികം ലാഗായിക്കൊണ്ട് പോകുന്ന ഒരു കൗൺസിലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നേരത്തെ എടുത്ത് വെച്ചാലും നിങ്ങൾക്ക് പ്രശ്നമാണ്, താമസിച്ചെടുത്ത് വെച്ചാലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗ്യാപ്പ് നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് റെഡിയാക്കണം. അതെങ്ങനെയാണെന്ന് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതേപോലെ ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ശരിക്കും അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ തുറന്നു പറയാൻ നമ്മുടെ കഫയിലുള്ള അക്ഷയിലുള്ള ആൾക്കാർക്ക് പോലും പല സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ക്ലിയറായിട്ട് അറിയത്തില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാത്തത് കാരണം അഡ്മിഷൻ ക്യാൻസലായ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ അടുത്ത് എന്ത് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സമയം കഴിഞ്ഞത് കാരണം നമുക്കത് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ കുട്ടിക്ക് 1 വർഷം പോലെ എന്ത് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പല മിസ്റ്റേക്കുകളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൽകിയാൻ വേണ്ടി കാര്യം. അതേപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സിൻ്റെ സപ്പോർട്ട്, അതായത് നമ്മുടെ ഈ പറഞ്ഞ 780+ സ്റ്റുഡൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് പോയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അതായത് നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഏകദേശം എല്ലാ കോളേജസും, ഇന്ത്യയിൽ ഫുള്ളായിട്ട് ഏകദേശം എല്ലാ കോളേജസും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എവിടെ കിട്ടിയാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സീനിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ നിങ്ങൾ എന്ത് ചെയ്യും,
സഹായിക്കും. നമുക്ക് അവിടെ എന്താണ്, ആ കോളേജ് എങ്ങനെയാണ്, കോളേജിലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഗേൾസിനെ വിടാൻ വേണ്ടി പേടികൾ ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അവർ സേഫ് ആയിരിക്കുമോ, അഥവാ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്ന ആരെങ്കിലും വേണ്ടേ? പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ, ഒഡീഷ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളൊക്കെ അവിടെ അറിയാവുന്ന ആരെങ്കിലും കാണുമോ, കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുമോ, കുട്ടികളിൽ നിന്ന് എന്താ സേഫ് ആയിരിക്കുമോ, അങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ട്. അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സീരിയസ് ഉണ്ട്, അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്തെങ്കിലും ഗൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഗൈഡൻസ് 24/7 കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്കുണ്ടാവും. അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ള ഗൈഡൻസ്, അഡ്മിഷൻ കഴിഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് സ്കോളർഷിപ്സിൻ്റെ കാര്യം എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ഇപ്പോൾ ഈ വട്ടം അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ, ഇതേപോലെ ജോയിൻ ചെയ്ത കുട്ടികളുണ്ടാവും. നിങ്ങളെല്ലാം കൂടി ഒരു ഗ്രൂപ്പിൻ്റെതായി. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ഒരു കുട്ടി ഒറ്റയ്ക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒറ്റയ്ക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേടിയുണ്ടാവും. നിങ്ങൾ അയ്യോ ആ പേര് മിസ്സായിട്ടുണ്ടാവുമോ, അടുത്ത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവുമോ, നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, ഇങ്ങനെ പല ഡൗട്ട്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഉള്ള കുട്ടികളോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സംസാരിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നത്. അത് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ എന്തായാലും ആ ഗ്രൂപ്പിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇടും അല്ലേ. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ അപ്ഡേറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചോദിക്കാം, അല്ലെങ്കിൽ എടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കാം. ഒരുപാട് പേര് ആ ഡൗട്ട് എടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും ഇട്ട് തരും. അതേപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, എല്ലാ വീഡിയോസും അതായത് എല്ലാ ഡീറ്റെയിൽസും, അതായത് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മന്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു വെബിനാർ സെക്ഷൻ വയ്ക്കും. നിങ്ങൾക്ക് ഡൗട്ട് സെൻ്ററിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ ചോദിക്കും. അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ഫെസിലിറ്റിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 399 rupees മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, പുറത്ത് വേറെ ആരുടെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാലും 1000 to 1200 ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മളുടെ 399 മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 399 rupees ജിപേ ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലോട് നിങ്ങൾ എന്ത് ചെയ്യുക അയക്കാം, വാട്സാപ്പ് നമ്പറിലോട് അയക്കാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൽ എന്ത് ചെയ്യുക ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി, നമ്മൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ കാര്യം പറയുന്നത്. നമുക്കടുത്ത് നമ്മുടെ 40% റൂൾ എന്താണെന്ന് നോക്കാം. 40% റൂൾ പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ 40% റൂൾ പറയുന്നത് നമുക്ക് 2 കുട്ടികളുള്ളത്, ഒരു കുട്ടി എ, ഒരു കുട്ടി ബി. എ എന്ന് പറയുന്ന കുട്ടി കേരളത്തിലുള്ള ഒരു കുട്ടി, ബി എന്ന് പറയുന്ന കുട്ടി നമ്മുടെ അടുത്തുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടിലുള്ള ഒരു കുട്ടിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ കുട്ടിക്ക് നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട്, ബി എന്ന് പറഞ്ഞ കുട്ടിക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആ കുട്ടിക്ക് 40% സീറ്റ്സാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതേസമയം ബി എന്ന് പറയുന്ന കുട്ടിക്ക് എത്ര സീറ്റ്സ് ഉണ്ട്, 60% സീറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് ബി എന്ന് പറയുന്ന കുട്ടിക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത്രയേ ഉള്ളൂ, ഇത് പറയാനാണോ ഈ മൊത്തം വീഡിയോ ചെയ്തത്, എന്തൊക്കെയാണുള്ള വീഡിയോ ചെയ്തതെന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. അതല്ല, ഇതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 40% റൂളിലാണ്. അതായത് നമുക്ക് 100 സീറ്റ്സ് ആണ് ഉള്ളതായിരിക്കും. ഈ 100 സീറ്റ്സിൻ്റെ അകത്ത് 40 സീറ്റ്സ് എന്ത് ചെയ്യും നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്കും, 60 സീറ്റ്സ് നമ്മുടെ പുറത്തുള്ള കുട്ടികൾക്കും. ഇത്രയുമാണ് എനിക്ക് ഉദ്ദേശിക്കുന്നതെങ്കിലും ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അതായത് നമുക്കിപ്പം ഇവിടെ കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് 300 മാർക്ക്, അഥവാ പുറത്തെടുക്കാൻ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക്, പുറത്തുള്ള ഒരു കുട്ടിക്ക് നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി 300 മാർക്കാണ് ഉള്ളത്. ഓക്കെ, ആ കുട്ടിക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ജസ്റ്റ് ആലോചിച്ച് ഈ വർഷം 300 മാർക്കിൽ കിട്ടുമെന്നുള്ള ആലോചിക്കേണ്ട, കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 300 മാർക്ക് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട് കേരളത്തിലുള്ള അഡ്മിഷൻ ഈ പുറത്തുള്ള തമിഴ്നാട്ടിലുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. ഓക്കെ, അതേസമയം അതേ മാർക്കുള്ള കേരളത്തിലുള്ള കുട്ടിക്ക് എന്ത് ചെയ്തില്ല, കേരളത്തിൽ അഡ്മിഷൻ കിട്ടത്തില്ല.
ഓക്കെ, അതായത് കേരളത്തിലുള്ള കുട്ടിക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 300 മാർക്ക് എന്ത് ചെയ്യത്തില്ല, മതിയാവുക. അറ്റ്ലീസ്റ്റ് ഒരു 420 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ അഡ്മിഷൻ എന്ത് ചെയ്യത്തുള്ളൂ, ഈ കുട്ടി കേരളത്തിലുള്ള കുട്ടിക്ക് കിട്ടത്തുള്ളൂ. തമിഴ്നാടുള്ള കുട്ടിക്ക് പക്ഷെ അത് ആ ഒരു പ്രശ്നമില്ല. തമിഴ്നാടാവട്ടെ, രാജസ്ഥാനാവട്ടെ, ബീഹാറാവട്ടെ, പുറത്ത് എവിടെ നിന്ന് വന്ന കുട്ടിയാണെങ്കിലും എന്ത് ചെയ്യണം, അവർക്ക് കുറഞ്ഞ മാർക്ക് മതി. ഓക്കെ, ഇതാണ് നമ്മുടെ 40% ഗോൾ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CUT മെയിനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവരെന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ തന്നെ നിന്നിട്ട് അവരെന്ത് ചെയ്യാൻ പാടില്ല, ഇതാകാതെ അവർ പുറത്തോട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് പുതിയ കാര്യങ്ങൾ അറിഞ്ഞ് പുതിയ കാര്യങ്ങൾ പഠിച്ച് വരാൻ വേണ്ടിയിട്ടാണ് CUT ഈ ഒരു റൂൾ ഇറക്കിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്ത് പോയാൽ മാത്രമേ പുറത്തായിട്ട് നിങ്ങൾക്ക് എന്ത് ഇപ്പം നേരെ തിരിച്ചാവും. ഇതിപ്പോൾ തമിഴ്നാടും ഇത് കേരളവും ആണെങ്കിൽ കേരളത്തിലുള്ള കുട്ടിക്ക് ഇവിടെ പോയി പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു മതി, 300 മാർക്ക് മതി. അതേസമയം തമിഴ്നാടുള്ള കുട്ടിക്ക് തമിഴ്നാട് പഠിക്കുന്നത് തമിഴ്നാട് ഇസ് എ ബെസ്റ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വൺ ഓഫ് ദ പ്രീമിയം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആൻഡ് ദ ടോപ്പ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ടോപ്പിൽ നിൽക്കുന്ന ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കൂടെയാണ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി ഉറപ്പായിട്ട് അവിടുത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ അവരുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം റാങ്കിങ് കാര്യങ്ങളുള്ള യൂണിവേഴ്സിറ്റിയും കൂടെയാണ്. അപ്പം അവിടെ പോകാൻ വേണ്ടിയിട്ട് നല്ല അക്കാഡമിക്സ് മാത്രം നോക്കി ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് വിചാരിച്ചു പോകുന്ന കുട്ടികളാണെങ്കിൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ അതേസമയം ഇത്തിരി കൂടെ ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കോളേജ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യുന്നു നിർത്തില്ല, പറ്റുന്നതല്ല. കോയമ്പത്തൂർ അത്ര പ്രശ്നമില്ല. കോയമ്പത്തൂരാണ് നിങ്ങൾക്ക് കിട്ടുന്നതിന് കുഴപ്പമില്ല. സബ് ക്യാമ്പസിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ കൂടെ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറഞ്ഞ 40% രൂപയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതനുസരിച്ചുള്ള വീഡിയോസ് എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ